സിവിൽ സർവീസ് നേട്ടം മാതാപിതാക്കൾക്ക് സമർപ്പിക്കുന്നുവെന്ന് 29ാം റാങ്ക് ജേതാവ് ശ്രീലക്ഷ്മി റാം. ജനസേവനത്തിനുള്ള വേറിട്ട വഴിയാണ് സിവിൽ സർവീസിനെ കാണുന്നത്. IAS ആണ് തെരഞ്ഞെടുക്കുകയെന്നും ശ്രീലക്ഷ്മി മീഡിയ വണിനോട് പ്രതികരിച്ചു. സിവിൽ സർവീസ് ഫലപ്രഖ്യാപനം നടക്കുമ്പോൾ തൃശൂരിലെ സുഹൃത്തിന്റെ വീട്ടിലായിരുന്നു ആലുവ സ്വദേശിയായ ശ്രീലക്ഷ്മി. അഞ്ചാമത്തെ ശ്രമത്തിലാണ് സിവിൽ സർവീസ് പരീക്ഷയിലെ ശ്രീലക്ഷ്മിയുടെ തിളക്കമാർന്ന നേട്ടം. ഓരോ തവണയും പ്രതീക്ഷ വെച്ചിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇൻ്റർവ്യൂ വരെ എത്തിയിട്ട് ജസ്റ്റ് 9 മാർക്കിന് മിസ്സായിരുന്നു. പക്ഷേ ഇത്രയും നല്ല റാങ്ക് കിട്ടുന്ന ഒട്ടും വിചാരിച്ചില്ല. ആ അൺസർട്ടനിറ്റി എപ്പോഴും സിവിൽ സർവീസ് പരീക്ഷയ്ക്കുണ്ട്. സീരിയസ് ആയിട്ട് എന്തെങ്കിലും സൊസൈറ്റിയിൽ ചെയ്യണം എന്ന് താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു മേഖലയാണ്. പക്ഷെ ക്ഷമ വേണം നന്നായിട്ട്. ഈ പരീക്ഷയ്ക്ക് ഒരുപാട് അതിൻ്റെ അൺസർട്ടനിറ്റി ഒക്കെ ഉണ്ട്. എനിക്ക് തന്നെ 5ാമത്തെ അറ്റംപ്റ്റിലാണ് കിട്ടുന്നത്. ജനസേവനത്തിന്റെ വേറിട്ട വഴിയാണ് തനിക്ക് സിവിൽ സർവീസ്. IAS തന്നെ തിരഞ്ഞെടുക്കും. 29ാം റാങ്കാണ് ചോദിക്കേണ്ടതിൽ IASനേക്കും പ്രിഫർ ചെയ്യുന്നത്. അതെ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും വിരമിച്ച രാമചന്ദ്രൻ കലാദേവി ദമ്പതികളുടെ മകളാണ് ശ്രീലക്ഷ്മി. ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്നാണ് ബിരുദാനന്തര ബിരുദം ശ്രീലക്ഷ്മി കരസ്ഥമാക്കിയത്. മീഡിയ 1